മിണ്ടാതിരിക്കും പിള്ളേരെ. നിക്കേ ചിന്നു ഇറങ്ങ. ഹായ് മാളൂട്ടിയെ, അങ്ങ് വലുതായല്ലോ. അപ്പച്ചൂടെ സുന്ദരി കുട്ടി. ഇവളെ കണ്ട ഓർമ്മയുണ്ടോ നിനക്ക്? ചിന്നുവിനെ മോടെ ചേച്ചിയാ, ദേടഗോപി മാളൂട്ടി. ഇത്രയും നേരമായിട്ട് കാണാഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോ എഴുത്തെങ്ങാനും കിട്ടിയില്ലയോ എന്ന്. സ്വർണ്ണ കച്ചവടം അങ്ങനെ പെട്ടെന്ന് കിട്ടറിഞ്ഞ് പോരാൻ പറ്റുമോ? ഇപ്പോഴാണെങ്കിൽ കല്യാണ സീസണും. രമേശ് ചേട്ടന് വരാൻ മടിയായിരുന്നു, ഞാൻ വിട്ടില്ല. ഉണ്ണിക്കാണെങ്കിൽ കുറച്ചു ദിവസത്തെ ലീവല്ലേ ഉള്ളൂ. ഓരോരുത്തരെ അവിടെ വന്ന് കാണാൻ അവന് സാവകാശം ഉണ്ടാവോ? പോരാത്തതിന് അമ്മയുടെ പിറന്നാളും. രാജി എവിടെ? അകത്തെങ്ങാനും കാണും. പാമോനെ അതെ, ശതാവരിക്കഴിഞ്ഞിട്ട് വെള്ളം തിളപ്പിച്ചൊന്ന് കുടിച്ചാലോ? കാറിലിരുന്ന് ചുട്ട് മേലാകെ ഉടഞ്ഞു. വന്നു കേറിയില്ല, അതിനു മുമ്പ് തുടങ്ങിയോ രമേശൻ നായർക്ക് ശരീരപ്രശ്നം? ശരീരധനം സർവധനാൽ പ്രധാനം എന്നാണല്ലോ. ശരീരധനം പ്രധാനമാ, പക്ഷെ ഇതും ശരീരത്തിന്റെ ഒരു ഭാഗമാ, അത് മറക്കണ്ട. രമേശൻ നായരെ തമാശ കളിക്കല്ലേ രമേശൻ നായരെ? കഷായം കൊടുത്തോണ്ടിരിക്കുക. അപ്പച്ചേ അപ്പച്ചേ, അല്ല രാജി, തിരിച്ചു പോകുമ്പോ രാജി കൂടെ കൊണ്ടുവന്ന വല്ല പരിപാടി ഉണ്ടോ അവന്? ഓ, അതൊന്നും പെട്ടെന്ന് നടക്കും തോന്നണില്ല. അതിന് ഗ്രീൻ കാർഡ് കിട്ടണമെന്നൊക്കെ എഴുതിയിരുന്നു. അല്ലെങ്കിലും ഇവിടെ നിപ്പോ അമ്മ തനിച്ചല്ലേ ഉള്ളൂ. വിലാസിനെ ചേച്ചി ഇവിടെ വന്ന് നിൽക്കുകയാണെങ്കിൽ പിന്നെ ഒരു കൈ നോക്കായിരുന്നു. അമ്മയുടെ അടുത്ത് സ്ഥിരമായിട്ട് നിൽക്കാനോ? അയ്യോ ഞാനില്ലേ. ഉള്ള കാര്യം പറയാലോ, രാജിയുടെ അത്ര ക്ഷമയൊന്നും എനിക്കില്ല. ഓ അല്ല, സൊറ പറച്ചിൽ ഇനിയും തീർന്നില്ലേ? കുഞ്ഞുങ്ങളെ കിടത്തി ഉറക്കാൻ നോക്ക്. കാലത്ത് എഴുന്നേക്കാനുള്ളതാ, വിമാനത്താവളത്തിൽ പോണം. പോയി കിടന്ന് ഉറങ്ങിന് കുഞ്ഞുങ്ങളെ, മതി കളിച്ചത്. പോ പോ പോ, പോയി കിടന്ന് ഉറങ്ങടി പോ. നാരായണ ഗുരുവായൂരപ്പാ. ദേവർക്ക് നമ്മുടെ വിഷമം മനസ്സിലാവും. ഞാനാ ഉണ്ണി. ഉണ്ണിയായിരുന്നോ? എന്താ പുറത്ത്? ഉറക്കം വന്നില്ല അപ്പച്ചമ്മ. ജാഗോട്ട് ഉറങ്ങില്ലേ? ഉറങ്ങി ഉറക്കം സുഖമായിട്ട് ഉറങ്ങി. ഞാനേ ഒരു കഷായം കുടിക്കുന്നുണ്ട്. ഈ മൂത്രത്തിലെ കല്ലില്ലേ, അത് അലിയിച്ച് കളയാനുള്ളതാ. നാണുവൈദ്യരുടെ കുറിപ്പടിയാ, ബഹുകേമം. കേട്ടോ ഉണ്ണിയെ, ഈ കഷായത്തിന്റെ ഒരു പ്രത്യേകതയാ മൂത്രശങ്ക. രാത്രി ഒരു 3-4 തവണ ഒരു കുടം ഉണ്ടാവും പോവാൻ. ഔഷധ ഗുണമുള്ള മൂത്രമാ. കുളിമുറിയിൽ ഒഴിച്ചാ വെറുതെ പോവും. ഇവിടെ ആകുമ്പോ ഒരു വളവുമായി. എങ്ങനെ ഇതങ്ങോട്ട് പോയി കഴിഞ്ഞാ പിന്നെ ഭയങ്കര ആശ്വാസം. ഇനിയിപ്പോ സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങാലോ. അതല്ലേ പ്രശ്നം. ഇത് കഴിഞ്ഞാ പിന്നെ കൊറേ നേരം കാറ്റും കൊണ്ടിങ്ങനെ നടക്കണം. പിന്നെ വെളുപ്പാങ്കാലത്ത് എങ്ങാനും ഒരു ഉറക്കം കിട്ടിയെങ്കിലായി.
ഏതായാലും ഉണ്ണിക്ക് ഉറക്കം വരുന്നില്ലല്ലോ. നമുക്ക് വല്ലതും പറഞ്ഞോണ്ട് നടക്കാം. ഞാനിപ്പോ ചെന്ന് ഉറങ്ങാനുള്ള ചില പരിപാടി. അതല്ലടോ, അമേരിക്കയിൽ നിന്ന് വന്നിട്ട് നമുക്ക് സമാധാനമായിട്ടൊന്ന് കാണാനും പറ്റില്ല. ഞാനെന്ന് തമാശക്ക് എടുത്തെങ്കിലും ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ. റിലേഷൻസ് ഉണ്ട്, അവിടെങ്ങാനും കടന്നു കൂടിയാൽ വല്ല പണി ഒപ്പിക്കാവോ? എത്ര കാലമാണ് ഉറക്കം വരുന്നുണ്ട്. എന്താ പതിവില്ലാതെ അടുക്കളയിലൊക്കെ? ആഹാ, എന്റെ ചേച്ചിയുടെ കൈപ്പുണ്യെന്ന് പറഞ്ഞാ ഇതിലും കാണാനുണ്ട്. സുഖിപ്പിക്കല്ലേ കുട്ട, ഇതേ രാജി വറുത്തു വെച്ചതാ. അല്ല പറഞ്ഞോളി, കക്ഷിയോടെ? ആ, അപ്പൊ അതറിയാനാ വന്നത്. ഏയ്, ഞാൻ ചുമ്മാ അങ്ങനെ കറങ്ങി വന്നപ്പോ അങ്ങനെ. അദ്ദേഹം നീരാട്ട് തുടങ്ങി തോന്നുന്നു. രാജി, രാജി, എന്താ തുറന്നേ. എന്തിനാ? ആ തുറക്ക്. എന്താണ് പറയാൻ? ഒരു കാര്യമുണ്ട്, തുറക്ക്. ഞാൻ കുളി കഴിഞ്ഞിട്ടില്ല. അതൊന്നും സാരമില്ലെന്ന് തുറക്ക്. അമ്മാവനെ. അമ്മാവൻ? ആ, അമ്മാവന്റെ കാര്യം കുറച്ച് കുഴപ്പ. തുറക്ക്, പറയാം. എന്താ? അമ്മാവനെ. അയ്യോ, എന്താ ഉണ്ണിട്ടത്? വേണ്ട ഉണ്ണിട്ട, പുറത്തു പോ. വേണ്ട. ആരുമില്ലെന്നേ. ഇല്ല ഇല്ല, ആവുന്നേ ഉള്ളൂ. ആ, ഒന്ന് വേഗം ആട്ടെ. വെള്ളം ചൂടാറുവേ. പിന്നെ ഉണ്ണി അന്വേഷിക്കണുണ്ടു. വിലാസിനേച്ചി ഒരു ഉപകാരം ചെയ്യോ? എന്താ? ആ അകത്തിരിക്കുന്ന സർപ്പം എടുത്തു തരുമോ? എവിടെയാ ഇരിക്കണേ? ആ അലമാരയുടെ മുകളിൽ കാണും. ആ, എന്ത് കണ്ടുപിടി? ഇവിടെ വാടി, ഇവിടെ ഇന്ന് ഞാൻ എന്റെ മാളുവമ്മേ. ഒരു സ്വസ്ഥത ഇല്ലെന്ന് വെച്ചാ ശയന പ്രദക്ഷിണം, അത് കഴിഞ്ഞപ്പോ ഒരു ഷഷ്ടി പൂർത്തി, ഓരോ കുരിശുകളെ. അതിനിടയ്ക്ക് കുറെ ബന്ധുക്കളും വന്നു കൂടിയിട്ടുണ്ട്. എഴുന്നള്ളത്ത് ഇത്രയും കൂടെ തീർന്നോ അല്ല ഇനിയുണ്ടോ ആവോ? എന്നാ ഈ വന്ന് കേറുന്നവർക്കെങ്കിലും ഒരു കോമൺ സെൻസ് വേണ്ടേ? അതുമില്ല. ഒരു വീടാവുമ്പോ ഇങ്ങനെയൊക്കെ അല്ലേ ഉണ്ണേട്ടാ? ഇങ്ങനെയൊന്നും അല്ല. ഇത് ഇവിടുത്തെ മാത്രം ഒരു ചിട്ടയാ, വേറെ എവിടെ ഞാനിങ്ങനെ കണ്ടിട്ടില്ല. ആകെയുള്ളത് കുറച്ചാണത് ലീവാ. അത്ര വിഷമമുള്ള ആൾക്ക് എന്നെ മോളെയും കൊണ്ടുവരുന്നല്ലോ. താനെന്നെ ഇങ്ങനെ വാരാതെ അതിനുള്ള ഏർപ്പാടൊക്കെ ഞാൻ നടക്കുന്നുണ്ട്. ഇത്തവണ പാസ്പോർട്ട് റെഡിയാക്കി വെക്കണം. 6 മാസത്തിനുള്ളിൽ ഗ്രീൻ കാർഡ് കിട്ടും. പിന്നെ വിസ അയക്കുന്നു, താനും മോളും കൂടി പറക്കുന്നു. വിട്ടത് തന്നെ. ഉണ്ണിയേട്ടന്റെ അമ്മയല്ലേ ആള്. അമ്മ അത് ഇതൊക്കെ പറയും. എത്ര നാളെന്ന് വെച്ചാൽ ഒറ്റയ്ക്ക് ഇങ്ങനെ കഴിയാ. എന്തായാലും ഞാൻ ചിലതൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്. ആ, നാളെ തന്നെ പോയി പാസ്പോർട്ടിന് അപ്ലൈ ചെയ്യണം.
സ്വപ്നം കാണാം. ഈ ഷഷ്ടിപൂർത്തി എന്ന് പറയുമ്പോ വേണ്ടപ്പെട്ടവരൊന്നും ഒഴിവാക്കാൻ പറ്റില്ല. വേണ്ടപ്പെട്ടവരെയൊക്കെ വിളിച്ചിട്ടുണ്ട്. എന്താ? രാജയുടെ അച്ഛനെ വിളിച്ചിട്ടില്ലെന്ന്. വേണ്ടപ്പെട്ടവരെയൊക്കെ വിളിച്ചിട്ടുണ്ടെന്നാ പറഞ്ഞത്. അതല്ല സരസ്വതി, ഇനിയിപ്പൊ പഴയ അത് വിരോധം. മാത്രം ഓപ്പ പറയണ്ട. അവിടെ ആങ്ങളെ കെട്ടിക്കൊണ്ട് വന്നത് ആരെയാ? ഒരു നസ്രാണിച്ച്. എന്നിട്ട് ആ കാർന്നൂർ രണ്ടു കൈ നീട്ട് സ്വീകരിക്കാനും. എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിക്കണ്ട കേട്ടാ. ആ കുടുംബത്തിൽ നിന്ന് ഒരുത്തി ഇവിടെ കയറ്റിയത് തൃപ്തി ഉണ്ടായിട്ടൊന്നുമല്ല. എന്റെ മോൻ കുരുങ്ങി പോയില്ലേ, ഇനിയിപ്പോ ഉപേക്ഷിക്കാൻ പറ്റുമോ? അത് അതോടെ മതി. അതിനപ്പുറത്തുള്ള ലോഹ്യൊന്നും വേണ്ട.